ഈശ്വരൻ വിഭാഗീയനാണോ എന്നാണ് എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിന്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഭാഗം എനിക്ക് മനസ്സിലായില്ല. മുമ്പ് ഖുർആൻ ഉണ്ടായിരുന്നില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിന് മുമ്പുള്ള ആളുകളുടെ രക്ഷ അല്ലെ? ഞാനിവിടെ പറഞ്ഞല്ലോ സർ, ഖുർആൻ എന്നത് ഒരു പുതിയ ഒരു ആശയം പഠിപ്പിക്കാൻ കടന്നു വന്ന ഒരു വേദഗ്രന്ഥമല്ല. മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്ന ആശയമാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവിന് ജീവിതത്തെ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. ആ സ്രഷ്ടാവിന് ജീവിതത്തെ എങ്ങനെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായി ഓരോ തലമുറയിലും ഓരോ സമൂഹത്തിലും. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ, ഒരു ദൈവദൂതന്റെ മുന്നറിയിപ്പ്, ഒരു ദൈവദൂതന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ എല്ലാ പ്രദേശത്തേക്കും ദൈവദൂതന്മാർ വന്നു ഖുർആനിന് മുൻപേ. ആ ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച ആദർശം ഒന്ന്. ആ ആദർശം ഒന്നായതുകൊണ്ടാണ് നിങ്ങൾ ലോകത്ത് എവിടെയും വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക, സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയം ഏറ്റവും വലിയ സൃഷ്ടിപൂജ പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ വക്താക്കളുടെ കയ്യിലുള്ള വേദഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്ന് ക്രിസ്തുവാണ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ. എന്റെ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന ബൈബിളിലെ വചനമാണ് ഞാൻ പറയുന്നത്. ക്രിസ്തു പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണം. അതേപോലെ തന്നെ ഇപ്പൊ ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങൾ യജുർവേദത്തിലെ 31-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം, അത് ഈശാവാസ്യോപനിഷത്തിലെ ശ്ലോകമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 12-ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? അന്തം തമഹ പ്രവിശന്തിയേ സംഭൂതി മുവാസതേ തദോ ഭൂയ ഇവതേ തമോയ സംഭൂത്യാമൃതഃ. അന്ധകാരത്തിലാണ് പതിക്കുക ആരെ? നശ്വരങ്ങളായ വസ്തുക്കളെ ആരാധിക്കുന്നവർ, നശ്വരങ്ങളായ വസ്തുക്കളെ ഉപാസിക്കുന്നവർ അന്ധകാരത്തിലാണ് പതിക്കുക. അനശ്വരനായ പരമാത്മാവാണ് ഉപാസനാകർത്താവ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള സന്ദേശം എന്തുകൊണ്ട് എല്ലായിടത്തും ഉണ്ടായി? ഈ പ്രവാചകന്മാരുടെ നിയോഗം എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഈ പ്രവാചകന്മാർ എല്ലായിടത്തും വന്നിട്ടുണ്ട്. 16 നൂറ്റാണ്ട് മുൻപത്തേക്ക് പഠിച്ചവൻ ബാക്കി വെച്ചിട്ടില്ല. അന്നുള്ള ആളുകൾക്ക് മാത്രമല്ല രക്ഷ, മുമ്പേ ആരാണ് ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്ത് ജീവിച്ചു അവർക്കെല്ലാം രക്ഷയുണ്ട്. ഖുർആനിന് മുമ്പ് തന്നെ ഉണ്ട് എന്നർത്ഥം. ഈ രണ്ടാമത്തെ പ്രശ്നം, ഇത് ശരിയാണെങ്കിൽ ലോകത്തിലോട്ട് എത്തിക്കണ്ടേ? തീർച്ചയായും അത് എത്തിക്കേണ്ട ചുമതല എത്തിയ ആളുകൾക്കുണ്ട്. എന്നാൽ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് അവരുടെ അവസ്ഥ എന്താണ്? അവർ രക്ഷയിലെത്തണ്ടേ? തീർച്ചയായും അവർക്ക് ഒരാശയം എന്നുള്ള നിലക്ക് എത്തിക്കുക എന്ന ചുമതലയാണ് മനുഷ്യരെ പടച്ചവൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പടച്ചവനെ കുറിച്ച് പടച്ചവൻ പരിചയപ്പെടുത്തുന്നത് അവൻ കാരുണ്യമൂർത്തിയാണ്, അവനിൽ നിന്നൊരു തരിമ്പ് പോലും അനീതി ഉണ്ടാവില്ല എന്നാണ്. ഒരു തരിമ്പ്, ഒരു ചെറിയൊരു അനീതി പടച്ചവനിൽ നിന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിലെ പ്രതിഫല നാളിൽ ഒരിക്കലും ഇത് എത്താത്തത് പൂർണ്ണമായും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും പ്രയാസപ്പെടേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവില്ല. പക്ഷേ എത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അതല്ല. എത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം അത് എത്താത്തവർക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് കൂടിയുള്ളതാണ് ഇത്തരം ഒരു വേദി. ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത്, ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞത്, നിങ്ങളുമായി സൗഹൃദ ഭാവത്തിൽ, സൗഹൃദാന്തരീക്ഷത്തിൽ പരസ്പരം സംവദിച്ചത് എല്ലാം തന്നെ ഈ ഉത്തരവാദിത്വ നിർവഹണം എന്നുള്ള നിലക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയമായി. ഇതിന് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളോട് വിഷയം അവതരിപ്പിച്ച സുബൈർ പിടിയക്കലാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നാം അറിയേണ്ട ഇസ്ലാം എന്ന മർമ്മപ്രസക്തമായ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിനെ ഇവിടെ വിശദീകരിക്കുകയും തുടർന്ന് നിങ്ങളുടെ മനസ്സിൽ ജന്മം കൊണ്ട സംശയങ്ങളെ
തുറന്ന് ചോദിക്കുകയും അതിന് കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വിശദീകരണവും ഇവിടെ നൽകപ്പെട്ടു. ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളും സ്നേഹ സംവാദങ്ങളും സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യവും താല്പര്യവും എന്തെന്ന് വളരെ കൃത്യമായി